ജമ്മുകശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു, 6 പേർക്ക് പരുക്കേറ്റു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. ബൽറാം, തുടർച്ചയായ 2ാം ദിവസമുണ്ടാകുന്ന ആക്രമണമാണിത്. ഇന്നിപ്പോൾ 4 സൈനികർക്ക് വീരമൃത്യു ഉണ്ടായിരിക്കുന്നു. നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, കഴിഞ്ഞ 48 മണിക്കൂറിനിടെ ജമ്മു കശ്മീരിൽ 3 ഇടങ്ങളിലായുണ്ടായ ഭീകരാക്രമണത്തിൽ 6 സൈനികരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഭീകരാക്രമണം ഉണ്ടായത് ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലാണ്. ഇന്ന് വൈകിട്ട് 3:30ഓടെയാണ് സൈനിക സംഘം സുരക്ഷാ സേന സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ഭീകരർ ആക്രമണം നടത്തുന്നത്. ഈ സൈനിക വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്ന സൈനികർ ഉടൻ തന്നെ തിരിച്ചടിച്ചു. എന്നാൽ ഈ ഗ്രനേഡ് ആക്രമണത്തിലും വെടിവെപ്പിലുമായി 4 സൈനികരാണ് ഇന്ന് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. സൈന്യം തുടർന്നും ഈ ഭീകരർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചിട്ടുണ്ട്. മേഖല പൂർണ്ണമായും വളഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എങ്കിലും ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു. ഒപ്പം തന്നെ 6 സൈനികർക്ക് ഈ വെടിവെപ്പിൽ പരിക്കേറ്റ് അവർ ഇപ്പോൾ ചികിത്സയിലാണ്. ആശുപത്രികളിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രജോരി ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് 2 സൈനികർ വീരമൃത്യു വരിച്ചത്. തുടർന്ന് 6 ഭീകരരെ ഈ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിനൊടുവിൽ സൈന്യം വധിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ കത്വയിലും ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായത്. കത്വ നഗര മേഖലയിൽ നിന്നും ഏതാണ്ട് 120ഓളം കിലോമീറ്റർ അകലെ പഞ്ചാബിലെ പത്താൻകോട്ടുമായി സമീപത്തുള്ള മേഖലയിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പതിവ് പട്രോളിങ്ങിനായി പോകുകയായിരുന്ന സൈനികർ, ഇതിൽ ജമ്മു കശ്മീർ പോലീസും ഒപ്പം തന്നെ സൈന്യവും ഇന്ത്യൻ കരസേനയും ഉൾപ്പെടുന്ന സുരക്ഷാ സേനയ്ക്ക് നേരെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. ജമ്മു കശ്മീർ ടൈഗേഴ്സ് എന്ന ഭീകര സംഘടന ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി ഉള്ള റിപ്പോർട്ടുകൾ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇത് ദോഡയിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ തെരച്ചിലിനൊടുവിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരത്തിനായാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്ന തരത്തിലാണ് ഈ സംഘടന നൽകുന്ന വിശദീകരണം എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വാർത്ത എന്നുള്ളത്. ഇക്കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അനുജ, ജമ്മുകശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. കത്വയിൽ ഭീകരാക്രമണത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു, 6 സൈനികർക്ക് പരുക്കേറ്റു.